വെള്ളി ഗ്രൗണ്ടിലേക്ക് ആ നേരത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചൊന്ന് നോക്കാം. അശ്വിൻ പാലാടിയിലേക്ക്. അശ്വിനിലേക്ക് ഗാലാഡി ഫോർട്ട് കൊച്ചി എന്തായി അവിടുത്തെ സെലിബ്രേഷൻ? വീണ്ടും റീസ്റ്റാർട്ടായോ അശ്വിൻ? അശ്വിനെ കാണാനില്ലല്ലോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. വീണ്ടും പാട്ടൊക്കെ തുടങ്ങി ആ ഒരു വൈബിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും പാട്ട് നിരാശന പാട്ട് എന്താ പറ്റി പാട്ട് പോയത്? മലപ്പുറം താന്നൂരിന്ന് വരാൻ. മലപ്പുറത്ത് നിന്ന് ഒരുപാട് ആളുകളുണ്ട്. ഏതായാലും ഏകദേശം ഒരു 1.5 മണിക്കൂറോളം പൂർണ്ണമായി എല്ലാ പരിപാടികളും നിശ്ചലമായിരുന്നു. അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പരിപാടികളെല്ലാം തുടങ്ങി പാട്ടിട്ട് കൊടുത്ത് തുള്ളി ഒരു വലിയ വൈബിലേക്കാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഇല്ലായിരുന്നു. അതായത് പരേഡ് ഗ്രൗണ്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആളുകൾ ഇപ്പോൾ വെളി ഗ്രൗണ്ടിൽ ഒരു മറയില്ലാതെ വേർതിരിവില്ലാതെ ആളുകളെല്ലാം വലിയൊരു ആഘോഷത്തോടുകൂടി ഒത്തുനിറക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ആ വലിയ ആഘോഷ പരിപാടികൾ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനപ്പുറത്ത് ഒരു വിളക്കുമരമുണ്ട്. ആ വിളക്കുമരത്തിന്റെ സമീപത്ത് മറ്റൊരു ടീമുണ്ട്. അവിടെയും വലിയ ആഘോഷം വേറൊരു രീതിയിൽ നടക്കുന്നുണ്ട്. അവിടേക്ക് നമുക്ക് ബാരിക്കേഡ് വെച്ച് മറച്ചിരിക്കുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. മറ്റൊരു വഴി വേണം അവിടേക്ക് പോകാൻ. എന്തായാലും ഈ വെളി ഗ്രൗണ്ടിൽ അങ്ങോളം ഇങ്ങോളം വലിയ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. വീണ്ടും പാട്ട് ആൻഡ് ബെൻസൺ അല്ലേ? യെസ്, വലിയ സെലിബ്രേഷൻ. അപ്പോൾ അങ്ങനെ വീണ്ടും വെളി ഗ്രൗണ്ട് ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ ആ സെലിബ്രേഷൻ അത് ഇങ്ങനെ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായില്ല. എന്തിനാണ് തടസ്സപ്പെട്ടത്? ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു. തർക്കം അത് അടിയിലേക്ക് പോകണ്ട എന്ന് ആളുകൾ തമ്മിൽ. പ്രജിൻ, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച, കഴിഞ്ഞ വർഷമൊക്കെ ഇതിലും കൂടുതൽ സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? അതേപോലെ തന്നെ അശ്വിൻ പറയുന്നുണ്ട് ആള് കുറവാണ് പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആള് വരുമായിരിക്കും എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ടായിരുന്നു. സാധാരണ ഫോർട്ട് കൊച്ചിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ട്. ആ ഒരു വൈബ് കാണുന്നില്ല അല്ലേ? 4:00 ശേഷം അങ്ങോട്ടേക്ക് വാഹനങ്ങളില്ല. അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. അതിനകത്ത് കടന്ന ആൾക്ക് തിരിച്ചു